സ്ത്രീവിരുദ്ധ പരാമർശവുമായി മലപ്പുറത്തെ ഇടത് സ്വതന്ത്രൻ. വാർഡ് പിടിച്ചെടുക്കാൻ വേണ്ടി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെ കാഴ്ചവെക്കരുതെന്നാണ് അധിക്ഷേപം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയ വനിതാ ലീഗ് പ്രവർത്തകർക്കെതിരെ തെന്നല പഞ്ചായത്തിൽ LDF സ്വതന്ത്രനായി വിജയിച്ച KV മജീദിന്റേതാണ് വിവാദ പ്രസംഗം. മജീദ് കുറച്ചധിക പ്രസംഗമാണ് നടത്തിയത്. നമുക്കൊന്ന് കേൾക്കാം. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ജമീലെത്താത്താനും മാത്രമല്ല പാലക്കാട്ടെ തങ്ങന്മാരവരെ പറഞ്ഞിട്ടുണ്ട്. പറയും അതിനൊക്കെ കേൾക്കാൻ ആണത്വം ഉള്ളവൻ മാത്രമുണ്ടെങ്കിൽ മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ വീട്ടുമ്മയായിട്ട് വീട്ടിലിരിക്കാൻ സാധിക്കണം. കല്യാണം കഴിക്കുമ്പോ തറവാട് നോക്കുന്നത് എന്തിനാണെന്നറിയോ? ഇത്രയും കാര്യങ്ങൾക്കൊക്കെയാണ് തറവാട് നോക്കുന്നത്. അന്യ ആണുങ്ങളെ മുമ്പിൽ പോയി നിസ്സാര ഒരു വോട്ടിന് വേണ്ടി സയ്യിദ് അലി മജീദിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അന്യ കുടുംബത്തിൽ നിന്ന് കൊടുത്ത കെട്ടിക്കൊടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കാനല്ല എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പിക്കുകയാണ്. എന്താണല്ലേ ഈ മജീദ് സഖാവൊക്കെ പറയുന്നത്? അഷ്കർ അലി കരിമ്പയുണ്ട്. അഷ്കർ അലി കരിമ്പ ഇടത് സ്വതന്ത്രനായിട്ട് മത്സരിച്ച് വിജയിച്ചയാളാണല്ലേ ഈ മജീദ്. നടത്തിയത് അങ്ങേയറ്റത്തെ ശുദ്ധ തോന്നിവാസമാണ്, അധിക പ്രസംഗമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ? അരുൺ, അങ്ങേയറ്റത്തെ സ്ത്രീവിരുദ്ധ പരാമർശം എന്ന് തന്നെ പറയേണ്ടി വരും. അവിടുത്തെ LDFന്റെ തെന്നല പഞ്ചായത്തിലെ 1-ാം വാർഡിൽ വിജയിച്ചിട്ടുള്ള LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അവിടുത്തെ CPMന്റെ പ്രാദേശിക നേതാവാണ്. അവിടുത്തെ ഈ തെരഞ്ഞെടുപ്പ് വരെയും അവിടുത്തെ ലോക്കൽ സെക്രട്ടറി ഭാരവാഹിത്വം വഹിച്ചാലാണ്. അങ്ങനെ CPMന്റെ പ്രാദേശിക നേതാവായിട്ടുള്ള വ്യക്തിയാണ് ഇന്നലെ ഈ 1-ാം വാർഡിലെ വിജയാഹ്ലാദ പ്രകടനത്തിൻ്റെ ഇത്തരത്തിൽ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നത്. അവിടെ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വനിതാ ലീഗും അതുപോലെ തന്നെ CPM ഒക്കെ തന്നെ രാഷ്ട്രീയമായി ഏറ്റുമുട്ടിയിരുന്നു. ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതികരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വനിതാ ലീഗിൻ്റെ സ്ത്രീകളെ തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നത്. അതിൽ ഒന്ന്, ഈ സ്ത്രീകളെ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെ ആണത്തമുള്ളവർ ഉളുപ്പമുള്ളവർ രാഷ്ട്രീയത്തിൽ ഇറക്കരുത്. അങ്ങനെ ഇല്ല, അവരെന്ത് ചെയ്യണം? സ്ത്രീകളെ വീട്ടുമ്മമാരായി വീട്ടിലിരുത്തണം. അതല്ല എങ്കിൽ ഇത്തരത്തിൽ ഞങ്ങൾക്ക് ശക്തമായി പ്രതികരിക്കേണ്ടി വരുമെന്നാണ് ഈ KV മജീദ് പറയുന്നത്. അത് മാത്രമല്ല, ഈ ഒരു വാർഡിൽ വിജയിക്കുന്നതിന് വേണ്ടി ഈ വനിതകളൊക്കെ പ്രചാരണത്തിനിറക്കി അവരെ മറ്റ് അന്യ ആണുങ്ങൾക്ക് മുമ്പിൽ കാഴ്ച വെക്കരുത് എന്നുള്ള പരാമർശം നടത്തുന്നു. അതേസമയം തന്നെ ഞങ്ങളുടെയൊക്കെ ഭാര്യമാരെ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ മക്കൾ വിവാഹം ചെയ്ത് കൊണ്ടുവരുന്നത് അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം അന്തി ഉറങ്ങാൻ വേണ്ടിയാണ് എന്നുള്ള പരാമർശവും KV മജീദ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ അങ്ങേയറ്റം ഗുരുതരമായ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ, അധിക്ഷേപ പരാമർശങ്ങളാണ് ഇപ്പോൾ അവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയ വനിതാ ലീഗ് പ്രവർത്തകർക്ക് നേരെ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി LDFന്റെ സ്ഥാനാർത്ഥി അത് 1-ാം വാർഡിൽ വിജയിച്ച LDFന്റെ സ്ഥാനാർത്ഥി കൂടിയാണ് ആ സ്ഥാനാർത്ഥി നടത്തിയിരിക്കുന്നത്. വലിയ തോതിൽ രാഷ്ട്രീയമായ ഒരു ഏറ്റുമുട്ടലിനോടുകൂടിയാണ് ഈ സ്ഥാനാർത്ഥി വിജയിച്ചത്. പക്ഷേ വിജയാഹ്ലാദം തന്നെ ഇക്കോലത്തിലായിപ്പോയി എന്നുള്ളതാണ് അവസ്ഥ. ഓക്കെ, വലിയ വിജയാഹ്ലാദമൊക്കെ നടക്കുന്ന സമയത്ത് നാവിനെ ഒന്ന് അടക്കി നിർത്തിയാൽ വിജയത്തിൽ നമ്മൾ കൂടുതൽ വിനയാന്വിതരാകുകയാണ് വേണ്ടത്. സ്ത്രീവിരുദ്ധ പരാമർശമൊക്കെ നടത്തുമ്പോൾ അത് നാട്ടുകാർ കേൾക്കും, അതൊക്കെ വലിയ വൈറലായിട്ട് മാറുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതൊക്കെ നിയന്ത്രിക്കാൻ ആരും ഇല്ലേടേ എന്നുള്ളതാണ് നമുക്ക് ചോദ്യമുള്ളത്. അപ്പോൾ സ്ത്രീവിരുദ്ധ പരാമർശം അത് ആര് നടത്തിയാലും അതൊന്നും ഇക്കാലത്ത് പോകുന്ന ഒരു കാലമല്ല. കൈയടിക്കാൻ ആ സമയത്ത് കുറച്ച് മനുഷ്യരൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷേ അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഉള്ള വില കളയരുത് എന്ന് മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. അതങ്ങേയറ്റം മോശമായ, അപലപിക്കേണ്ട സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി.